ജൂൺ 17 തിങ്കളാഴ്ച. മത്തായി 5:38 മുതൽ 42 വരെ വാക്യങ്ങൾ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന വാചകം ബൈബിൾ എഴുതപ്പെടുന്നതിന് മുമ്പേ നിലവിൽ വന്നതാണ്. അത് ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും സംസ്കാരം പൂവിടുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെട്ട ഒരു മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റേതാണ്. കണ്ണിന് പകരം കണ്ണ് എന്നത് ഹമ്മുറാബിയുടെ കോഡിൻ്റെ ഒരു പാരഫ്രേസാണ്. ഒരു കൽത്തൂണിൽ ആലേഖനം ചെയ്ത 282 നിയമങ്ങളുടെ ശേഖരത്തിലുള്ളതാണിത്. എല്ലാ മെസോപ്പൊട്ടേമിയൻ രാജാക്കന്മാരിലും വെച്ച് ഏറ്റവും അറിയപ്പെടുന്നതും പ്രചാരകപരനുമായ ഒരാളാണ് ഹമ്മുറാബി. BC 1792 മുതൽ അദ്ദേഹം ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ ഭരണാധികാരിയായിരുന്നു. തൻ്റെ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. അതിനാൽ നിയമങ്ങളുടെ ഒരു പട്ടിക അദ്ദേഹം സമാഹരിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. ആരെങ്കിലും നിങ്ങളുടെ വലത് കവിളിൽ തട്ടിയാൽ തിരിഞ്ഞ് അവർക്ക് നിങ്ങളുടെ ഇടത് കവിൾ കാണിച്ചു കൊടുക്കുക. ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഷർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉദാരമായി നിങ്ങളുടെ കോട്ടും നൽകുക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് അവർക്ക് നൽകുക. എല്ലാ ദിവസവും നാം യുദ്ധങ്ങളെക്കുറിച്ചും നിരപരാധികൾ വെടിയേറ്റ് മരിക്കുന്നതിനെക്കുറിച്ചും വിവേകശൂന്യമായ അക്രമങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയെയും പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചെല്ലാം കേൾക്കുന്നു. എന്നിട്ടും അക്രമ പ്രവർത്തനങ്ങൾ സമാധാനമോ സുരക്ഷിതത്വമോ സൃഷ്ടിക്കുന്നില്ല. മറിച്ച് നമ്മൾ എവിടെ ജീവിച്ചാലും നമ്മുടെ ലോകത്ത് അത് വലിയ ഭയവും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദുർബലരാണെന്ന് നമുക്കറിയാം. നമ്മളിൽ ആരും സുരക്ഷിതരായിരിക്കുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. യേശുവിൻ്റെ സന്ദേശം അവൻ്റെ നാളിലെ അന്നത്തെ സംസ്കാരത്തിന് വിരുദ്ധമായിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ്. അക്രമം അക്രമത്തെ തടയുന്നില്ല. എല്ലാ ദിവസവും ധാരാളം നിരപരാധികൾ വധിക്കപ്പെടുന്നു. ഈ ലോകസ്ഥിതി മാറ്റാൻ നിങ്ങൾക്കും എനിക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും സ്നേഹത്തോടെയും കരുതലോടെയും പ്രവർത്തിച്ചാൽ അതിന് കഴിയും എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ ഇടയിലെ ഏറ്റവും ദരിദ്രരെ അവഗണിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്നതിന് പകരം നമുക്ക് അവരുടെ മേൽ ഒരു പരിഗണനയുണ്ടാകാം. നിസ്സംഗതയ്ക്ക് പകരം സ്നേഹമുള്ളവരാകാം. യേശു അതാണ് ചെയ്തത്. അങ്ങനെ ചെയ്യാനാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നതും. വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ യേശു നമ്മെ വെല്ലുവിളിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ക്ഷമയുടെയും വഴി. ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികാരത്തിന് ഇടമില്ല.
എല്ലാ സാഹചര്യങ്ങളിലും നാം സ്നേഹവാനായ ഒരു ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആണെന്ന് കാര്യം ഒരിക്കലും മറക്കരുത്. മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ അവരോടും നാം പെരുമാറേണ്ടതാണ്. ഇതാണ് സുവർണ്ണ നിയമം. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ അനുയായികളോട് വളരെ ഉയർന്ന ഒരു പെരുമാറ്റ രീതി ആവശ്യപ്പെടുന്നു. കാരണം സദ്വാർത്തയുടെ വിത്ത് അങ്ങനെയുള്ളവരിലാണ് നടപ്പെടുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.